ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാൻ SITക്ക് ഹൈക്കോടതി കൂടുതൽ സമയം അനുവദിച്ചതിന്റെ ആശ്വാസത്തിലാണ് സംസ്ഥാന സർക്കാരും CPM-ഉം. റിപ്പോർട്ടിൽ ഏതെങ്കിലും തരത്തിലുള്ള പരാമർശം ദേവസ്വം ബോർഡിനെതിരെയോ CPM നേതാക്കൾക്കെതിരെയോ വന്നാൽ അത് തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് LDF-ന് തിരിച്ചടിയായേനെ. സ്വർണ്ണക്കൊടിമര പുനഃപ്രതിഷ്ഠയിലെ വിജിലൻസിന്റെ ക്ലീൻ ചിറ്റ് UDF-ന് രാഷ്ട്രീയ ആയുധമാകുകയും ചെയ്തു. 2025 ഒക്ടോബർ 10-നാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ രൂപീകരിക്കാൻ ഹൈക്കോടതി തീരുമാനിച്ചത്. ഇതിനിടയിൽ വിവിധ ഘട്ടങ്ങളിലായി 5.5 മാസം സമയം SITക്ക് നീട്ടി നൽകി. ഈ മാസം 31-ന് അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നായിരുന്നു ഹൈക്കോടതി നേരത്തെ നൽകിയിരുന്ന നിർദ്ദേശം. എന്നാൽ സ്വർണ്ണപ്പാളി സാമ്പിളുകളുടെ പരിശോധനാ ഫലം ഏപ്രിൽ അവസാനം മാത്രമേ ജംഷഡ്പൂരിലെ നാഷണൽ മെറ്റലർജിക്കൽ ലാബിൽ നിന്ന് കിട്ടൂ എന്നാണ് ഇന്നലെ കേസ് പരിഗണിച്ചപ്പോൾ SIT കോടതിയെ അറിയിച്ചത്. ഇതേ തുടർന്ന് കേസ് പരിഗണിക്കുന്നത് മെയ് 18-ലേക്ക് മാറ്റി. തെരഞ്ഞെടുപ്പ് പ്രചരണം ഉച്ചസ്ഥായിലെത്തുന്ന സമയത്ത് സ്വർണ്ണപ്പാളി വിവാദത്തിലെ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുകയും അതിൽ CPM നേതാക്കളുടെ പേര് ഉൾപ്പെടുകയും ചെയ്തിരുന്നെങ്കിൽ ഇടതുമുന്നണി ആകെ പ്രതിസന്ധിയിലാകുമായിരുന്നു. ഇതിൽ നിന്നുള്ള ആശ്വാസമാണ് കോടതി സമയം നീട്ടി നൽകിയതിലൂടെ LDF-ന് കിട്ടിയത്. അതേസമയം 2017-ൽ ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊടിമര പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് ക്രമക്കേടുകളില്ലെന്ന വിജിലൻസിന്റെ കണ്ടെത്തൽ തെരഞ്ഞെടുപ്പ് രംഗത്ത് ആയുധമാക്കാനാണ് UDF-ന്റെ നീക്കം. പുനഃപ്രതിഷ്ഠ നടക്കുന്ന സമയത്ത് ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണനും ബോർഡ് അംഗം അജയ് തറയിലുമായതുകൊണ്ട് കോൺഗ്രസിനെ പ്രതിക്കൂട്ടിൽ നിർത്താനായിരുന്നു ഇടതുമുന്നണി ശ്രമിച്ചത്. അതിൽ നിന്ന് പൂർണ്ണമായി രക്ഷപ്പെട്ടു എന്നത് ആശ്വാസം നൽകുന്നതിനൊപ്പം വിജിലൻസ് കള്ളക്കേസ് എടുത്തുവെന്ന പ്രചരണവും തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉയർത്താനാണ് UDF-ന്റെ തീരുമാനം. മീഡിയ 1 തിരുവനന്തപുരം.